ഹായ് കുഞ്ഞി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ന് പറയുമ്പോൾ എൻ്റെ അടുക്കൊന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുട്ടായി മേടിക്കാൻ പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് മുട്ടായി മേടിക്കണം, ഞാൻ ലഡു ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെ പിന്നെ എന്നാൽ ശരി, അത് മതി എന്ന് തോന്നി. എന്തൊരു ലഡു? ഞാൻ പിന്നെ റവ ലഡു, റവ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പിന്നെ ഒരു പരീക്ഷണാർത്ഥം എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മണിയൻ എടുത്തുകൊണ്ടു. അപ്പോൾ അവിടെ കിടന്ന് വിളിയായിരുന്നു. ഞാൻ അവനെ അങ്ങോട്ട് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഞാൻ പിന്നെ പാടാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പാത്രം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവനെ വലിച്ചെടുത്തുകൊണ്ട് പോയി, കാരണം അതുകൊണ്ടല്ലേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പാനിൽ ഒരു അര സ്പൂൺ നെയ്യ് ഇട്ടിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഒരു പിഞ്ചുപ്പും ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ മിക്സിയിൽ ജാലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ആ മാവ് ഈ പൊടിച്ചെടുത്തപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ, നമ്മുടെ മാലടുവിൻ്റെയൊക്കെ നല്ല മണമായിരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഇതിന് ഒരു അര ബൗൾ പഞ്ചസാര മതി. ഞാൻ പക്ഷേ 3/4 പഞ്ചസാര കുറഞ്ഞോന്നും പറഞ്ഞ് 3/4 ബൗൾ എടുത്ത് കേട്ടോ. ആദ്യം അര ബൗൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഇച്ചിരി മധുരം കൂടിപ്പോയായിരുന്നു സംഭവം. പക്ഷെ മധുരം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. പക്ഷെ മധുരം എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ ആ പഞ്ചസാര കൂടെ പൊടിച്ചതിലോട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടോടുകൂടി ഒഴിക്കണം. എന്നിട്ട് ആ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ നെയ്യുടെ ആ ഒരു ഇത് കൊണ്ട് നന്നായിട്ട് മയം വരും. അപ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും. കുറച്ച് പാലും കൂടെ ഒഴിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ, പക്ഷേ ഞാൻ പാൽ ഒഴിച്ചില്ല കേട്ടോ. എന്നിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കുക. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിന് പഞ്ചസാര കൂടി പോയത് കൊണ്ട് ചായക്ക് ഞാൻ പഞ്ചസാര ഇട്ടില്ല. പക്ഷേ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മാത്രമല്ല കഴിക്കാനുള്ളതായിരുന്നു, വേറെ ആരും ഇല്ലല്ലോ പുറത്തുനിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സി യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.